കിടപ്പ് രോഗികളുടെയും അശരണരുടെയും പരിപാലനത്തിനും സംരക്ഷണത്തിനുമായി മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന ഇടവകയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്രത്യാശ വ്യാകുലമാത പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് വ്യാകുലമാത ഫൊറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് ഇടവക വികാരിയും പ്രത്യാശ വ്യാകുലമാത പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായ ഫാദർ ജെയിംസ് മുത്തനാട്ട് അധ്യക്ഷത വഹിക്കും. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം നിർവഹിക്കും. പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സെക്രട്ടറി റോയി മാത്യു കപ്പിലുമാക്കൽ സ്വാഗതം ആശംസിക്കും. സമ്മേളനത്തിൽ MLA-മാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, MJ സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് P.G. രാജ്, മിനി സാബു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ D. സുഗുണൻ, സൂസമ മാത്യു, KR വിജയൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ B. തോമസ്, വാർഡ് മെമ്പർ സ്റ്റാൻലി സണ്ണി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിക്കും. പ്രത്യാശ വ്യാകുലമാത പാലിയേറ്റീവ് കെയർ കാഞ്ഞിരപ്പള്ളി രൂപതയെ സംബന്ധിച്ചിടത്തോളം നൂതനമായ ഒരു പ്രവർത്തന മേഖലയാണ്. നാളിതുവരെ വ്യത്യസ്തമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും 148 ഇടവുകളിലും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാതെ പോയ ഒരു മേഖലയാണ് രോഗാതുരരായിട്ടുള്ള വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി പാലിയേറ്റീവ് കെയർ എന്ന ആ ഒരു സംരംഭം. ഇത് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആയ ഒരു വാതിൽ തുറക്കലാണ്. ഈ സംരംഭം വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും അതുപോലെ ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾക്ക് കൂട്ടായ്മയും പ്രത്യാശ നഷ്ടപ്പെട്ട ആളുകൾക്ക് പ്രതീക്ഷയും പകർന്ന് നൽകുന്ന ഒരു നവ സംരംഭം ആണ്. ഇതൊരു ചികിത്സാ രീതിയല്ല, മറിച്ച് രോഗികളെയും കുടുംബത്തെയും നമ്മോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ സഹായവും അനുഗ്രഹവും ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. വാർദ്ധക്യത്താലും രോഗത്താലും അപകടത്താലും കിടപ്പ് രോഗികളായ നാനാജാതി മതസ്ഥരായ ആളുകളുടെ പരിപാലനവും സംരക്ഷണവുമാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം. ഇടവകയുടെ പരിധിയിൽ വരുന്ന ഇത്തരം ആളുകളുടെ വീടുകൾ സന്ദർശിക്കുകയും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുകയുമാണ് ട്രസ്റ്റിന്റെ ഉദ്ദേശം. ഇടവകയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പാലിയേറ്റീവ് കെയറിന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും ഇവരുടെ സഹകരണത്തോടെ മികച്ച രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇടവക വികാരി ഫാദർ ജെയിംസ് മുത്തനാട്ട് പറഞ്ഞു. കരുണയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ജാതി മതഭേദമന്യേ എല്ലാ ആളുകൾക്കും, മുണ്ടക്കയം പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഒരു നന്മ കൈവരുവാൻ ഇടയാകത്തക്ക വിധമാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനത്തെ സഹായം ആവശ്യമുള്ള ധാരാളം ആളുകൾ ഉണ്ട്. അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് കാലോചിതമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ കാരുണ്യ പ്രവൃത്തിയുടെ സംരംഭം. നല്ലവരായ ആളുകളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനോടകം വ്യത്യസ്ത തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, നേഴ്സുമാർ, ഡോക്ടേഴ്സ്, അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ, വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ പശ്ചാത്തലവും ഒരുങ്ങിയിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച, അതായത് 19-ാം തീയതി, ജൂലൈ 19-ാം തീയതി അഭിനന്ദമാർ ജോസ് പുളിക്കൽ പിതാവ് ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തുകയാണ്. അന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക്. യഥാർത്ഥത്തിൽ 2 പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് ആഗ്രഹിച്ചത്. കഴിഞ്ഞ വർഷം ഈ മുണ്ടക്കയം വ്യാകുലമാത ഫൊറോനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൊറോന പ്രഖ്യാപനത്തിൻ്റെ 50-ാം വർഷം സുവർണ ജൂബിലി ആയിരുന്നു. അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം എല്ലാ ഒരുക്കങ്ങളോടും കൂടി നടത്തുവാൻ ഇടയാകുന്നത് ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ്. ഈ വർഷത്തിനും പ്രാധാന്യമുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപത സ്ഥാപിതമായിട്ട് 50 വർഷമാവുകയാണ് ഈ വർഷം. അങ്ങനെ രൂപതയുടെ സുവർണ ജൂബിലി പശ്ചാത്തലത്തിലുമാണ് മറ്റൊരു ഇടവകയിലും യാഥാർത്ഥ്യമാകാത്തതും. എന്നാൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ പ്രത്യാശ പാലിയേറ്റീവ് കെയർ എന്ന ഈ സംരംഭത്തിന്
അടുത്ത ഞായറാഴ്ച അഭിനയ പിതാവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മളുടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെ പ്രതിനിധികൾ, അതുപോലെ തന്നെ നമ്മളുടെ ജനപ്രതിനിധികൾ, ഈ പ്രദേശത്തുള്ള നമ്മളുടെ വ്യത്യസ്തമായ സന്യസ്തർ, അവരെല്ലാവരും അവരുടെ സാന്നിധ്യം കൊണ്ട് അടുത്ത ഞായറാഴ്ച നമ്മളെ അനുഗ്രഹിക്കാനിടയാവും. എല്ലാറ്റിനും ഉപരിയായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് സന്മനസ്സോടുകൂടി മുന്നോട്ട് കടന്നു വന്ന അഭ്യുദയകാംക്ഷികളുടെ ഒന്നിപ്പും അടുത്ത ഞായറാഴ്ച ഉണ്ടാവും. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച ജൂലൈ 19 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നമ്മളുടെ സെൻറ്റ് ആൻ്റണീസ് പാരിഷ് ഹോളിൽ വെച്ചാണ് ഉദ്ഘാടന കർമ്മം നടക്കുക. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾക്കായി വ്യാകുലമാതാ പള്ളിയോട് ചേർന്ന് പ്രത്യേക ഓഫീസ് മുറിയും ക്രമീകരിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് കെയറിൻ്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളെ തെരഞ്ഞെടുത്ത പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.